മസ്കറ്റ് സലാല റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ആദം ഹൈമ തുമ്രൈത്ത് റോഡിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഖരീഫ് സീസണിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ പ്രയോജനപ്പെടുത്തുന്ന ഈ ഒരു റോഡിന്റെ വികസനം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ഇതിനു വേണ്ട ടെൻഡറുകൾ ക്ഷണിച്ചിരിക്കുകയാണെന്നും അനുയോജ്യമായവർക്ക് ഇതിനുള്ള ഒരു നിർമ്മാണ ചുമതല ഏൽപ്പിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. ഈ അവസാന ഘട്ടത്തിൽ ഏകദേശം 4000 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കുക. ദാഖിലിയ ഗവർണറേറ്റിൽ നടന്ന വളരെ വിചിത്രമായ ഒരു തരം തട്ടിപ്പിനെ കുറിച്ച് റോയൽ ഒമാൻ പോലീസ് ഇപ്പോൾ പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു കേസിൽ 2 അറബ് പൗരന്മാരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: കടകളിലൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഈ തട്ടിപ്പ് നടക്കുന്നത്. ഷോപ്പുകളിൽ വന്ന ശേഷം ഇവർ വലിയ നോട്ടുകൾ കൊടുത്ത് പകരം ചേഞ്ച് ആവശ്യപ്പെടും. 2 പേരുണ്ടല്ലോ, ഒരാൾ ഈ നോട്ട് നൽകുന്ന സമയത്ത് രണ്ടാമത്തെ ആളെ കടക്കാരൻ്റെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു സമയത്ത് ഇവർ ഈ ആദ്യം കാണിച്ച ഒറിജിനൽ നോട്ടിന് പകരം വ്യാജ നോട്ടുകളാണ് നൽകുക. ഇത് ശ്രദ്ധിക്കാതെ കടക്കാരെന്ത് ചെയ്യും? യഥാർത്ഥ നോട്ട് ചേഞ്ചായി അവർക്ക് നൽകുകയും ചെയ്യും. ഇവരിതും വാങ്ങി സ്ഥലം വിടുകയും ചെയ്യും. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ പോകാറാണ് പതിവ്. എന്നാൽ ഇവിടെ കടക്കാരൻ്റെ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഈ വ്യക്തികളെ പിടിക്കാൻ സാധിച്ചു. അപ്പോൾ സമാനമായ തട്ടിപ്പുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ROP സൂചിപ്പിച്ചിരിക്കുകയാണ്. ഒമാനിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 35 പേരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസമാണ് ഇബ്ര മേഖലയിൽ ഒരു ട്രക്കിൽ 35ഓളം ആളുകളെ അനധികൃതമായി രാജ്യത്തേക്ക് കടത്തുകയായിരുന്നു. ഈ കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. വാഹനത്തിനകത്തുണ്ടായിരുന്ന 35 ആഫ്രിക്കൻ പൗരന്മാരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. മസ്കറ്റിലെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും വെള്ളയോ അല്ലെങ്കിൽ അതിന് സമാനമായ ഇളം നിറത്തിലുള്ള ഷെയ്ഡുകളോ നൽകണമെന്നുള്ളൊരു നിർദ്ദേശം, ഒരു അഭ്യർത്ഥന എന്നുള്ള രീതിയിൽ നൽകിയിരിക്കുകയാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി. നഗരത്തിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണവും ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിലുമാണ് ഇങ്ങനെയുള്ള നിറങ്ങൾ ചുമരുകൾക്കും അതുപോലെ മതിലിനുമൊക്കെ അടിക്കാനായി ഇപ്പോൾ നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. പൊതുവെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചൂട് കുറയുമെന്നുള്ളതും ഈ ഒരു നിർദ്ദേശത്തിന് പിന്നിൽ പ്രധാനമായൊരു കാരണമായി കാണുന്നു. മുസണ്ടത്ത് 2 ബോട്ടുകളിലായി വലിയ തോതിൽ മദ്യം രാജ്യത്തേക്ക് അനധികൃതമായി കടത്താൻ ശ്രമിച്ച ആളുകളെ കോസ്റ്റ് ഗാർഡ് പിടികൂടി. ഏഷ്യക്കാരായ 6 പേരെയാണ് ഈ ഒരു കേസിൽ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് 2024 ഓഗസ്റ്റ് 23.